അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നാം ഇന്ന് ഈ കാണുന്നത് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിത്തീർന്ന് അവസാനം സ്വന്തം വേരുകൾ അറ്റുപോയപ്പോൾ അവർക്കൊരഭയം നൽകിയ ഒരു സ്നേഹതീരത്തിലാണ്, ഒരു സന്തോഷത്തിൻ്റെ ഭവനത്തിലാണ്. ഏഞ്ചൽസ് വാലി എന്ന നാമധേയത്തിൽ നമ്മുടെ കൊട്ടുകാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനോഹരമായ സ്നേഹത്തിൻ്റെ തുരുത്ത്. ഇവിടെ ധാരാളം സന്ദേശങ്ങൾ, ധാരാളം കഥകൾ ഇവിടെ നിന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിഥി മറ്റാരുമല്ല, നമുക്കൊക്കെ സുപരിചിതനായ ഈ ഏഞ്ചൽസ് വാലി എന്ന തണൽ മരത്തിന് അതിനാവശ്യമായ വളവും മറ്റു വെള്ളവും എല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ഷഫീഖ് ജൗഹരി ഉസ്താദാണ് നാമുമായി ഇന്ന് ഈ മനോഹരമായ സായാഹ്നത്തെ സംഗമിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി തന്നെ നമുക്ക് ഉസ്താദിനെ ഒന്നും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടാം, എന്നിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ ആദ്യമായി ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, ഈ ഒരു സ്ഥാപനം പല ആളുകളും നാം പരിസരം വീക്ഷിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ജോലികളുമായി ബന്ധപ്പെടുന്നത് കാണാം. പക്ഷേ ഈ ഓൾഡ് ഏജ് ഹോം അതുപോലെയുള്ള സ്ഥാപനങ്ങൾ നാം ബന്ധപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ ഇറങ്ങി തിരിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുമെന്നറിയില്ല, തിരക്കുകളായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഉസ്താദിനെ ഇതിലേക്ക് തുടക്കകാലത്ത് പ്രേരിപ്പിച്ച ആ ഒരു ഘടകം എന്തായിരുന്നു? ഈ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് ഒരു വൃദ്ധസദനം എന്നത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുടെ ഇടയിൽ അത്ര പ്രചാരമുള്ള ഒരു കാര്യമല്ലായിരുന്നു. കാരണം റിക്വയർമെൻറ്റുകൾക്ക് അനുസരിച്ചാണ് നമ്മുടെ ഓരോരോ സ്ഥാപനങ്ങളും വരുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം വിഭാഗത്തിന് വേണ്ടി അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പല സാഹചര്യങ്ങളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു. എൻ്റെ അനുഭവം മെഡിക്കൽ കോളേജിൻ്റെ എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും മുകളിലത്തെ റൂഫ് ടോപ്പിൽ ഞാൻ ചെല്ലുമ്പോൾ അമ്പലപ്പുഴയിലുള്ള ഒരു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നെ വിളിക്കുകയും അവിടെ വരികയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു അമ്മ കിടക്കാണ്. ആ അമ്മയുടെ ഭർത്താവ് അച്ഛൻ ഇങ്ങനെ കഞ്ഞി കോരി കൊടുക്കുന്ന ഒരു രംഗം ഞാൻ കാണും. ആ അമ്മയുടെ ബാക്ക് ഭാഗത്ത് ബട്ടക്സിലടക്കം 6 വൂണ്ടുകൾ, പഴുത്ത റൗണ്ടിലുള്ള വൂണ്ടുകളുണ്ടായിരുന്നു. ഡോക്ടർമാർ പോലും അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ അങ്ങനെ കിടക്കുന്ന അമ്മയെ നമ്മളൊക്കെ ഒരു 3 വർഷം മുമ്പ് പത്രത്തിൽ വായിച്ചതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരും ഏറ്റെടുക്കാനില്ലാത്ത ആളുകൾ 34 ആളുകളെ കാത്ത് കിടക്കുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ കുറേ ആളുകൾ ആരോരുമില്ലാതെ കിടക്കുന്നുണ്ട് എന്ന് കണ്ട ഒരു പശ്ചാത്തലത്തിൽ അവരെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ പ്രീവിയസ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസുകളൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെയുള്ള സ്ഥാപനം നടത്തുന്ന 1-2 ആളുകളുമായി ബന്ധപ്പെടുകയും ഉസ്താദുമാരെ ബന്ധപ്പെടുകയും ഗാർഡിയൻ ഏഞ്ചൽസ് കൊടുത്തരം കണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽസുമായി ബന്ധപ്പെടുകയും റഷ്യൻ ഉസ്താദുമായി ബന്ധപ്പെടുകയും അതുപോലെ ഗാന്ധി ഭവൻ മുതലൂർ സോമരാജൻ സാറോട് സംസാരിക്കുകയും അവിടെ തന്നെ ഷമീർ എന്ന് പറയുന്ന നമ്മുടെ സഹപ്രവർത്തകൻ കൂടിയായ ഷമീർക്കാരോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇത് നടത്തണമെന്ന് അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ആവശ്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അതിലേക്ക് വരുന്നത് ഇവരുടെ ഒരു പ്രചോദനം, ഇവരുടെ ഒരു പിന്തുണ, ഇതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ് എന്ന് ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ പാലത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊന്നുമില്ല, നമ്മുടെ മുന്നിലൊരു റോഡ് മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പാലത്തിൻ്റെ അടിയിൽ അഗാധമായ ഒരു കുഴിയുണ്ടെന്നും അല്ലെങ്കിൽ ഒരു പുഴയോ കടലോ കായലോ ഒക്കെ ഉണ്ടെന്നും അതിൽ വിവിധങ്ങളായ കാര്യങ്ങളുണ്ട് എന്ന് അതിലേക്ക് നമ്മളൊന്ന് അന്വേഷണത്തിൻ്റെ ഇറങ്ങിയാലേ അറിയുള്ളൂ. അപ്പം നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയും കുറേ മനുഷ്യർ പല സ്ഥലങ്ങളിൽ അഭയമില്ലാതെ കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് നമ്മുടെ ഒരു ദൗത്യമാണ് എന്ന് കാണുകയും മനസ്സിലാക്കിയിട്ട് സത്യം പറഞ്ഞാൽ ആക്സിഡൻ്റലി എടുത്തു ചാടുകയായിരുന്നു. ആ എടുത്തുചാട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പറയാം എങ്കിൽ ഇതാണ് ഇതിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഖ്യാതമായ ഒരു ചരിത്രമുണ്ട്. അവിടുന്ന് പ്രവാചകത്വത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ചന്തയിൽ നിന്ന് ഒരു വലിയ അമ്മയെ കാണുക. അമ്മയുടെ തലയിൽ ഇങ്ങനെ വിറക് ചൂടുമായിട്ട് പോകുമ്പോൾ അത് സ്വന്തം ചുമലിലേക്ക് എടുത്തു വെച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പോൾ പ്രായമുള്ള ആളുകളെ എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്ന്
അവിടുന്ന് നമുക്ക് വലിയൊരു പാഠം കിട്ടിയിട്ടുണ്ട്. ആ പാഠത്തിനെ പ്രായോഗികവൽക്കരിക്കുക എന്നത് കൂടി ഈ ഏഞ്ചൽസ് വാലി എന്ന സ്ഥാപനം തുടങ്ങുന്നതിൽ പ്രചോദനമായി. അപ്പം ആ ഒരു ചരിത്രത്തിൽ നിന്നാണ് കേവലം പറയുന്നതിനപ്പുറമായിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഒരാൾക്കിത് കഴിയില്ല. നമ്മളെ സഹപ്രവർത്തകരായ നമ്മുടെ സ്റ്റാഫുകളും ചേർന്ന് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ തുടക്ക ഭാഗത്തെ തന്നെ ഉസ്താദിനെ കുറിച്ച് പ്രത്യേകമായി ചോദിക്കാതെ ഈ ഒരു കണ്ടന്റിലേക്ക് വന്നതെന്ന് വെച്ചാൽ അവർ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വന്ന ഒരു വഴി നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാനാണ്. ഇനി എന്താണ് ഉസ്താദിൻ്റെ ഒരു ചുറ്റുപാട്, അതൊക്കെ ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി. അൽഹംദുലില്ലാഹ്, ഞാൻ ചുറ്റുപാടെന്ന് പറയുമ്പോൾ എൻ്റെ സാമൂഹിക ജീവിതം ആരംഭിക്കുന്നത് 12ാമത്തെ വയസ്സിലാണ്. ഞാൻ ദർസിൽ ഹിഫ്ളുൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി പോകുന്നു. എറണാകുളത്ത് ഖദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന നെട്ടൂരുള്ള സ്ഥാപനത്തിലാണ് അബ്ദുല്ലാ ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദിനാണ് പോകുന്നത്. അവിടുന്ന് പഠിച്ചു തുടങ്ങി. ഏകദേശം 2013-14 വരെ പഠിച്ചു. 2014 ഹാദിസയിൽ നിന്ന് ജൗഹരിയായി ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങുന്നത് വരെ പഠനമായിരുന്നു. അതിനിടയിൽ സ്കൂൾ പഠനവും കോളേജ് പഠനവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൽ ഡിഗ്രിയും PGയും അതിനപ്പുറത്തേക്കുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ ഉണ്ടാവുകയും എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ സേവനം ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും അറിയപ്പെട്ട പള്ളിയാകുന്ന ചിന്നക്കട പള്ളിയിലെ ചീഫ് ഇമാം എന്ന നാട്ടിൽ തന്നെയായിരുന്നു ആദ്യത്തെ. അതെ, കൊല്ലത്ത് തന്നെയാണ് ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ ഒരു പള്ളിയാണ്. ആ പള്ളിയിൽ നിന്ന് പിന്നെ ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം കടുവിനാൽ എന്ന് പറയുന്ന പള്ളിയിലേക്ക് സേവനം മാറി. അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ദർസ് ഹിഫ്ള് സംവിധാനം ആരംഭിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എന്ന് പറയുന്ന പള്ളിയിൽ അവിടെയും ചീഫ് ഇമാമായി സേവനം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ഇമാമായി സേവനം ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികമായ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. സാമൂഹികമായ നമ്മുടെ ഡെസിഗ്നേഷനുകൾ നല്ല ഉയർന്ന നിലയിൽ തന്നെയായിരുന്നു. ആ ഒരു മേഖലയിലേക്ക് പോകുന്നതിന് ഒരു തടസ്സമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സത്യത്തിൽ ഈ ഒരു സംവിധാനത്തിലേക്ക് വരുന്നത്. ഭരണിക്കാവിൽ എലിസ്റ്റർ ആശുപത്രി എന്ന് പറയുന്ന ആശുപത്രി നമ്മുടെ സുഹൃത്തുക്കൾ തുടങ്ങിയതാണ്. അതിൻ്റെ തുടക്ക സമയത്ത് അതുമായി സഹകരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷഹീൻ ഷാ, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഏഞ്ചൽസ് വാലി എന്ന ഒരു ആശയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതിന് എല്ലാ നിലയ്ക്കും സഹായിച്ചത് ഷഹീൻ ഷാ. അതിന് ശേഷം പിന്നീട് സുധീർക്ക് അടക്കമുള്ള നമ്മുടെ ഓരോ ആളുകളും ഇതിലേക്ക് കടന്നു വരികയും അങ്ങനെയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു തുടക്കം. എൻ്റെ പേഴ്സണൽ ലൈഫിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ ഒരു ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ സ്ഥാപനം നടത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീമമായ ഒരു ചെലവ്, അതിൻ്റെ ഒരു പ്രയാസങ്ങളും എപ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല, ആദ്യമായി പറഞ്ഞതാണ്, ഞാൻ ഇതിലേക്ക് എടുത്ത് ചാടേണ്ടി വന്ന ഒരു സാഹചര്യം. തുടക്ക സമയത്ത് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിസരങ്ങളിലുള്ളവർക്ക് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യകത എന്താണ്, എന്തിനാണ് വൃദ്ധസദനം എന്ന ചോദ്യങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ചോദ്യങ്ങൾ മാത്രം അതോ കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ട്. പക്ഷേ കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് നമ്മൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം പരിചയമില്ലാത്ത ശീലമില്ലാത്ത ഏതൊരു കാര്യവും കാണുമ്പോൾ അതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. ചിലർ നമ്മളെ പിന്തുണയ്ക്കും, ചിലർ ക്രിറ്റിസൈസ് ചെയ്യും. ഒരുപാട് പേര് പിന്തുണച്ചു, ഒരുപാട് പേര് വളരെ കുറഞ്ഞ ആളുകൾ നമ്മളോട് വിമർശനാത്മകമായി സംസാരിക്കും. പക്ഷെ എപ്പോഴും വിമർശനങ്ങളും കൂടി ഉണ്ടാകുമ്പോഴാണ് എന്തുകൊണ്ട് വിമർശിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുകയും അതിനെ തിരുത്താനും അത് എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത്. വിമർശനം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ വിമർശനം എന്നതിനേക്കാൾ അവർക്കറിയാത്തത് കൊണ്ട് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി എന്നുള്ള ചോദ്യങ്ങളാണ്. ചിലരതിന് വിമർശനം എന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ഒരു വിമർശനമോ അല്ലെങ്കിൽ ഇതിന് ആരെങ്കിലും ഒക്കെ ഭയങ്കര എതിരാളികളോ ഇന്ന് വരെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ ഒരാൾ പോലും ഇതിന്റെ പ്രവർത്തനത്തിനെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലൊരു വാക്കുകൊണ്ട് പോലും സ്ഥാപനത്തിനെ ബുദ്ധിമുട്ടിച്ചതായി എനിക്കറിയില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും ഇതിനെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസം കുട്ടാട് മഹലിന്റെ സെക്രട്ടറി പ്രസിഡന്റിന്റെ മകളുടെ മകന്റെ മകളുടെ വിവാഹ ദിവസമായിരുന്നു. അപ്പോൾ പേഴ്സണലായി നമ്മളോട് പറഞ്ഞു, നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ചകൾ നടത്തുകയും സഹകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള മഹല്ല്, ഇതിൻ്റെ തൊട്ട് ചാരയുള്ള മഹല്ലാണ്. മഹല്ല് കമ്മിറ്റി അടക്കമുള്ള ആളുകൾ, പുതുശ്ശേരിപ്പെട്ട തേവലക്കര തുടങ്ങിയ മഹല്ലുകളൊക്കെ വളരെ നല്ല രൂപത്തിൽ സഹകരിക്കുന്നു എന്നത് കൂടി വലിയ സന്തോഷമാണ്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ
ഇതിലേക്ക് എടുത്തു ചാടിയത് യഥാർത്ഥത്തിൽ ഒരു ആത്മഹത്യാപരമായ തീരുമാനമായിരുന്നു. ആദ്യകാലത്തുണ്ടായ സാമ്പത്തികവും സാമൂഹികവുമായ പ്രയാസങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമായിരുന്നു. അപ്പോഴൊക്കെ നമ്മളെ കൂടെ പാറ പോലെ ഉറച്ച് നമ്മുടെ സ്റ്റാഫുകളും ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളും നിന്നു എന്നതാണ് നമ്മുടെ വിജയം. ജനങ്ങൾ ഇതിനെ മനസ്സിലാക്കി അൽഹംദുലില്ലാ 3 വർഷം പൂർത്തിയാക്കി 4ാമത്തെ വർഷത്തിലേക്ക് കടന്നു എന്നത് വലിയ സന്തോഷം. നമ്മുടെ പരിസര മഹല്ലുകളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് നമ്മുടെ എല്ലാ മഹല്ലും. ഓക്കെ, അതുകൊണ്ടൊക്കെ നമ്മുടെ സഹോദര മതസ്ഥരുണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മുടെ സ്ഥാപനത്തിനോടുള്ള ഒരു പെരുമാറ്റം ഈ രീതിയിൽ തന്നെയാണ്. സഹോദര മതസ്ഥരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനം അടിസ്ഥാനപരമായി മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള കുറച്ച് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതല്ല. ഇവിടെ നമ്മൾ നോക്കിയാൽ മുസ്ലിങ്ങളായവരും മുസ്ലിങ്ങളല്ലാത്തവരും ക്രിസ്ത്യൻ, ഹിന്ദു എല്ലാ സമുദായത്തിലും പെട്ടവരും ഇവിടെ കണ്ണു കാണാത്തവരും ചെവി കേൾക്കാത്തവരും പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിതം വഴിമുട്ടിപ്പോയവരുടെ മതം നോക്കാൻ പാടില്ല. പ്രവാചകൻ പഠിപ്പിച്ചൊരു സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പച്ചക്കരലുള്ള ഏതൊരു ജീവിക്കും നിങ്ങൾ കൊടുക്കുന്നതിന് പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന ഒരു ഹദീസ് കൂടി നമ്മൾ ഇതിൽ കൂട്ടി വായിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടെ സഹായിക്കുന്നുണ്ട്. അവരുടെ ജന്മദിന, ബർത്ത്ഡേക്ക്, വിവാഹ വാർഷികത്തിന്, വിവാഹ ദിനത്തിൽ, അങ്ങനെ തുടങ്ങി എല്ലാ മതത്തിലും ക്രിസ്ത്യൻ, ഹിന്ദു, മതമുള്ളവരും ഇല്ലാത്തവരും, പിന്നെ പാർട്ടി വ്യത്യാസങ്ങളില്ലാതെ ഇടതും വലതും എല്ലാവരും. ഈ വാർഡ്, നമ്മുടെ സ്ഥാപനം നിൽക്കുന്ന വാർഡിന്റെ പ്രതിനിധി BJPയുടെ കാൻഡിഡേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ഥാപനം, അദ്ദേഹം ഇവിടെ ഫസ്റ്റ് സന്ദർശിച്ച ദിവസം മുതൽ ഇന്ന് പോലും എന്നോട് വിളിച്ച് ആയുർവേദ മരുന്നുകളും സാധനങ്ങളും ഇവിടെ എത്തിക്കുന്നതിനുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസങ്ങളും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രയാസങ്ങൾ പോയിട്ട് ഒരു ചെറു വിരൽ പോലും അങ്ങനെ ഒരു വിഷമവും നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാവരുടെയും അകമഴിഞ്ഞ് സഹായം കിട്ടുന്നു. അതുപോലെ അമ്പലത്തിലെ പോറ്റിമാർ, പൂജാരിമാർ ഇവിടെ വരും, പള്ളിയിലെ അച്ഛന്മാർ നമ്മളോട് വരും, സിസ്റ്റർമാർ ഇവിടെ വരും, അങ്ങനെ എല്ലാവരും നമ്മളോട് വലിയ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലാണ്. ഉസ്താദിന്റെ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ചുറ്റുപാടുകൾ ഏകദേശം നമുക്ക് ഒരു അവഗാഹം കിട്ടി. പിന്നെ നമുക്കറിയാനുള്ളത് നമ്മുടെ ഏഞ്ചൽസ് വാലി പോലെ ധാരാളം ഓൾഡ് ഏജ് ഹോമുകളൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പ്രൈവറ്റായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടെടുത്ത് നോക്കിയാൽ പണ്ടൊക്കെ പറയുമായിരുന്നു അതിന് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ചില തെറ്റുകളിലേക്ക് പോകുന്നത് എന്നൊക്കെ പറയും. പക്ഷേ ഒരു വിദ്യാഭ്യാസമുള്ള തലമുറ തന്നെ അവരുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരെ അവർ പ്രായാധിക്യത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുവിടുകയോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും സ്ഥാപനാധികാരികൾ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വർദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആളുകൾ വർദ്ധിക്കാനുള്ള കാരണം, അതോ നമ്മളിപ്പോൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതാണ്? അതിനെക്കുറിച്ച് ഉസ്താദിന്റെ ഒരു അഭിപ്രായം. വിദ്യാഭ്യാസത്തിന് കുറവില്ല. നമ്മൾ ഒരു 2000-2010 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 10ാം ക്ലാസ്സിലെ വിജയത്തിൻ്റെ റേഷ്യോ ഇപ്പോഴുള്ള വിജയത്തിൻ്റെ റേഷ്യോ കൂടി നമ്മളൊന്ന് പരിശോധിക്കാം. 21ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ SSLC മുതലുള്ള വിദ്യാഭ്യാസം ഇന്ന് കൂടുതലാണ്. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ നിന്ന് ഹിഫ്ള് പഠിക്കാൻ വേണ്ടി സ്കൂൾ നിർത്തിയിട്ടാണ് 2 വർഷം സ്കൂളിൽ പോയിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. വിദ്യാഭ്യാസം മനോഹരമായി 7 വയസ്സുള്ള എൻ്റെ മകൻ പോലും വളരെ ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ലോകത്തിനെ മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ, വിവര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം ഈ ഒരു 25 വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കുറവല്ല. ഞാൻ ഒറ്റ വാക്കിൽ ഇതിന് പറയുന്ന മറുപടി വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ഡിഗ്രിയും PGയും അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിയുന്നവർക്ക് ഒരുപക്ഷെ നമ്മൾ ഹൈ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും പ്ലേസ്മെൻറ്റുകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ യൂറോപ്പിലേക്കോ GCC കൺട്രിയിലേക്കോ അമേരിക്കൻ ഐക്യനാടുകളിലേക്കോ ഒക്കെ ഇവിടുന്ന് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ പോകുമ്പോൾ ഇവർക്കുള്ള പ്രശ്നം എന്താണ്? പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഇവരെ ആരെങ്കിലും നോക്കാൻ ഏൽപ്പിക്കണം. എങ്കിലേ ഞങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡ് ലൈഫ് കിട്ടും, ഏൺ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് വിദ്യാഭ്യാസമുള്ള മക്കൾ ഇവരെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കൺട്രിയിൽ അതിനുള്ള ഒരു ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടില്ല. അപ്പം നമ്മുടെ ഈ രാജ്യത്ത് അവർ പഠിച്ച ആ വിദ്യാഭ്യാസം അനുസരിച്ച് ജോലി ചെയ്യാനൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അവർ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കുമായിരുന്നില്ല. അവർ നിർബന്ധിതമായി മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോഴല്ല അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഒരു തെറ്റാണോ നമ്മുടെ
ഒരു സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളൊരു ചുറ്റുപാട് അവരതിലേക്ക് കൊണ്ട് എത്തിച്ചതല്ലേ? ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാത്തൊരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്താൽ, നമ്മളൊരു ഹൈ പോപ്പുലേറ്റഡ് രാജ്യമാണ്, അതോടൊപ്പം തന്നെ ജനാധിപത്യ രാജ്യവുമാണ്. ജനാധിപത്യ രാജ്യത്തിന് ഏറ്റവും നല്ലതാണ് നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത MLA ആരാണെന്ന് നോക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. എന്നാൽ പോലും ജനാധിപത്യ രാജ്യത്ത് ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കുന്നതിന് അതിൻ്റെ ഒരു കാലതാമസം. ചൈന നമ്മളെ പോലെ തന്നെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷെ അവിടെ ഒരു തീരുമാനം എടുത്താൽ അവിടെ ഒരു സർക്കാർ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലുള്ള സർക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ സർക്കാരുകൾക്ക് ഈ ആളുകളുടെ ജോബ് ഓപ്പർച്യൂണിറ്റി നിശ്ചയിക്കുന്നതിന് അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നതിന് പരിമിതികളുണ്ടെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാവുന്നത്. എങ്കിലും ഗ്രാജുവലായ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് വരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും ഇവിടുന്ന് പോകുന്ന ഒരു മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നത് ഇതൊന്നും ന്യായീകരണമല്ല. ഒന്നുകിൽ അവരെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ സുരക്ഷിതമായി അവർക്ക് നിൽക്കാനുള്ള സാഹചര്യം. ഇപ്പൊ അബ്രോഡിലേക്കോ GCCയിലേക്കോ പോകുന്ന മക്കളെല്ലാം ഇങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാനീ പറഞ്ഞത്. നാട്ടിലുള്ള ഇന്നലെ രാത്രിയിൽ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് തന്നെ വിളിക്കുന്നു, ഒരച്ഛനെ അവിടെ കൊണ്ടുവന്ന് 9 ദിവസം അഡ്മിറ്റ് ചെയ്തു. മക്കളാരും തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷെ അവരൊക്കെ വളരെ സാധാരണക്കാരായ മക്കളാണ്. അവർക്ക് തിരിഞ്ഞു നോക്കാൻ സൗകര്യമില്ല. അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സുഖങ്ങൾ തേടി ജീവിക്കുക എന്നതിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. ഇന്ന് വിവാഹം കഴിക്കുന്നവരുടെ എണ്ണം കുറയുന്നു. എന്തേ കാരണം? നമ്മളെന്തിനാണ് വിവാഹം കഴിച്ച് കുഞ്ഞിനെ ഉൽപ്പാദിപ്പിച്ച് ആ കുഞ്ഞിന് പാൽ കൊടുക്കാനും അതിൻ്റെ പുറകിൽ ഓടാനും നമ്മൾ എന്തിനു പോകുന്നു എന്ന രൂപത്തിലേക്ക് ചെറുപ്പക്കാരുടെയും കുറച്ച് മുതിർന്നവരുടെയും മൈൻഡ് സെറ്റ് മാറി. അത് സെൽഫിഷ് മൈൻഡ് അഥവാ സ്വന്തം കാര്യം ചിന്താബാധി എന്നതിലേക്ക് മാറിയതുകൊണ്ടാണ്. അത് വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടാണോ, സാമൂഹികപരമായ ചിലവുകൾ ഉയർന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ മെനക്കെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അറിയില്ല. സ്വന്തം വേദനയെ മറ്റൊരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മധുരത്തെയോ ഉപ്പിനെയോ പുളിയോ ഒന്നും ഒരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. അത് സ്വന്തത്തിലെത്തിയാലേ മനസ്സിലാവും. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോഴേ ഇപ്പോൾ മാതാപിതാക്കളെ തള്ളിക്കളയുന്നവർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രായമുള്ളവരെ തള്ളിക്കളയുന്നവർക്ക് ആ ഒരു ഘട്ടത്തിൽ അവരെത്തുമ്പോഴേ അതിൻ്റെ രുചി മനസ്സിലാവും. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കുറവോ കൂടുതലോ ആണോ എന്ന് ചോദിച്ചാൽ അത് രണ്ടുമല്ല. ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും കുറവാണ്, അല്ലെങ്കിൽ മനുഷ്യത്വം ആലോചിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു അഭാവമല്ല ഈ ഒരു പ്രശ്നത്തിന് കാരണം. അതെ. അപ്പൊ നമ്മുടെ ഈ വളർന്നു വരുന്ന യുവതലമുറ, മുസ്താഫ് പറഞ്ഞു, അവര് ഒരു ഉമ്മയോ ബാപ്പയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആ ഒരു ഏജിലേക്ക് അവരെത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുക. അപ്പോൾ അവർക്ക് ഇപ്പോഴേ ഇതിൻ്റെ ഗൗരവം മനസ്സിലാകാൻ, അല്ലെങ്കിൽ താൻ ചെയ്യുന്നവരാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഉപേക്ഷിച്ചവരാണെങ്കിൽ തന്നെ അവർ ആ ഒരു ഏജിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാകാൻ ഈ യുവതലമുറയോട് ഉസ്താദിന് പറയാൻ എന്തെങ്കിലും മെസ്സേജ്, സന്ദേശം? ഇന്ന് ഏഞ്ചൽസ് വാലി 26 ഏപ്രിൽ 26 അപ്പോൾ ഇന്ന് ഏഞ്ചൽസ് വാലിയിൽ ഒരു ചെറുപ്പക്കാരി കൂടി വന്നു. അവരുടെ വിവാഹമാണ് ഈ വരുന്ന മെയ് 3 അവരിവിടെ വന്നത്. ഞങ്ങളുടെ വിവാഹത്തിൻ്റെ സന്തോഷമാണ്, അത് ഞങ്ങളെ വലിയ സന്തോഷമാണ്. ഈ സന്തോഷത്തിൽ ഞങ്ങൾക്കൊരു പുണ്യപ്രവൃത്തി ചെയ്യണം. അതെന്താണ്? ഇവിടെയുള്ള മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ ഒന്നിലധികം ദമ്പതിമാർ നിലവിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു. അവരെ വളരെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സങ്കടവും അവരിവിടെ വരാനുണ്ടായ വൈകാരികമായ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. അവർ വന്നു, അവർ തന്നെ വിളമ്പിക്കൊടുത്തു, ഇവരോടൊപ്പം ഇരുന്നു. ഒരുപാട് നേരം ചിലവഴിച്ചതിന് ശേഷം, മണിക്കൂറുകൾ ഇവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് അവർ പോയത്. അതുകൊണ്ട് പുതിയ തലമുറ ഈ മാതാപിതാക്കളെ തള്ളിക്കളയുക അല്ലെങ്കിൽ പേരൻസിനെയൊക്കെ തള്ളിക്കളയുക ചെയ്ത് പറയുന്ന ഒരു സൈഡുള്ളപ്പോൾ തന്നെ 90% അല്ലെങ്കിൽ അതിനധികവും കാരുണ്യമുള്ളവരാണ്. കരയുന്നവരെ കണ്ടാൽ കൈപിടിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു വ്ളോഗർ, ഞാനൊരു ഉദാഹരണം പറഞ്ഞ ഒരു വ്ളോഗർ, പല വ്ളോഗേഴ്സ് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരിവിടെ വരാറുണ്ട്. അവരിവിടെ വരികയും ഇവിടുത്തെ വീഡിയോ എടുത്ത് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയും ജനങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ അജ്മലിനെ പോലെ, ബിലാലിനെ പോലെ, അഫ്സലിനെ പോലെയുള്ള ആളുകൾ ഇങ്ങോട്ട് പലരും, ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ കഴിയും, എങ്കിലും നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഇവരിങ്ങനെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് എനിക്ക് ഒരു വ്ളോഗർ അയാളുടെ പോർട്ട്ഫോളിയോ ഒക്കെ വെച്ചിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ ഒരു വ്ളോഗറാണ്, എനിക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങളുമായി ഒരു പേയ്മെൻറ്റ് തന്നാൽ
നിങ്ങളുടെ സ്ഥാപനത്തിനെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് എന്ന മെസ്സേജ് ഒരു വ്ളോഗർ എനിക്ക് അയച്ചു കൊടുക്കും. അപ്പം ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് വിവിധ മെന്റാലിറ്റി ഉണ്ട്. അപ്പൊ 90% അല്ല അതിലധികമുള്ളവർ വളരെ സൗജന്യമായി അവർക്ക് മൊബൈലിൽ അവർ സാധാരണ ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് നമുക്ക് വേണ്ടി എത്രയോ ആളുകളാണ് അവരുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നത്. അതേസമയം 1% ആള് കാശ് തന്നാൽ ഇവിടെ ഒന്ന് വീഡിയോ എടുക്കാം, സാമ്പത്തികമായ നേട്ടവും ആഗ്രഹിക്കുന്നു. അപ്പൊ ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടുതലും ഇന്ന് കാരുണ്യ പ്രവർത്തനത്തിലേക്കും സാമൂഹ്യ പ്രവർത്തനത്തിലേക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ തന്നെയാണ്. അവർ കൂടുതൽ അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വന്തം കൈകൊണ്ട് റോട്ടിൽ കിടക്കുന്ന ഒരാളുടെ മലം അല്ലെങ്കിൽ മൂത്രം 1, 2, 3 ദിവസമായ സ്വന്തം കൈകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ടാണെങ്കിലും വേണ്ടിയില്ല ഒന്ന് വാരി മാറ്റി അയാളുടെ ആ മുറിവൊന്ന് റെഡിയാക്കി, ഡോക്ടർ വിളിച്ചിട്ടോ അല്ലാതെയോ സ്വന്തം കൈകൊണ്ടൊന്ന് റെഡിയാക്കി അയാൾ എന്നെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ളൊരു വിശാലമായ മനസ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹം വരികയാണ്. പച്ചയായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരും. നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് അതിന് തയ്യാറാണ്. ആ ചെറുപ്പക്കാർ തയ്യാറായ ചെറുപ്പക്കാർക്ക് എന്ത് തരത്തിലുള്ള പ്രചോദനവും സഹായവും സർക്കാർ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ ചെയ്ത ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയാം. വയോജന കമ്മീഷൻ അഥവാ പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വയോജന കമ്മീഷൻ അവർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കൂട്ടത്തിലൊരു സജഷനും പറയാനുണ്ട്. ആ സജഷൻ ഇപ്പോൾ പറയാമല്ലോ. അത് സജഷൻ പറയാനുള്ളത്, ഒരുപാട് ഈ സാമൂഹിക പ്രവർത്തകരായ ചെറുപ്പക്കാരും അല്ലാത്തവരും പലപ്പോഴും ഇവരുടെയൊക്കെ ജീവിതം വളരെ പ്രയാസമാണ്. കൊല്ലത്ത് ചുമട്ടുതൊഴിലാളിയായ ഒരാൾ, അദ്ദേഹം ഇവിടെ ഈ കഴിഞ്ഞ ദിവസവും ഇവിടെ വന്നു. അദ്ദേഹം ഒരു കട്ടില് എവിടുന്നോ അദ്ദേഹത്തിന് കിട്ടി, ഒരു ഇരുമ്പിന്റെ കട്ടില്, ആപത്താണ്. ഒരുപാട് പേര് വരാറുണ്ട്. അദ്ദേഹം ആ കട്ടിൽ കൊണ്ട് ഇവിടെ വന്നതാണ്. അയാൾ ചുമട്ടുതൊഴിലാളിയാണ്. ഇവിടെ ഒരു സിദ്ദീഖ് എന്ന് പറയുന്ന ഒരുക്കുണ്ട്. അദ്ദേഹം കഴിഞ്ഞ നോമ്പ് അവസാന സമയമാകുമ്പോഴേക്ക് പെരുന്നാൾ സമ്മാനമായി ഏകദേശം 20 ചാക്ക് അരി പലരിൽ നിന്നും കൈനീട്ടി വാങ്ങി ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ സാമൂഹ്യ പ്രവർത്തനത്തിൽ സജീവമായി ഇവിടെ ഇടപെടുന്നത്. അപ്പോൾ ഇവരെ സർക്കാർ അക്കോമഡേറ്റ് ചെയ്യണമെന്നാണ്. ഈ വയോജന കമ്മീഷന്റെ കീഴിൽ തന്നെ സർക്കാർ അക്കോമഡേറ്റ് ചെയ്യുകയും വഴിയിൽ കിടക്കുന്ന ആളുകളെ എടുത്ത് ഇത്തരത്തിൽ കുളിപ്പിച്ചൊരുക്കി അഭയകേന്ദ്രത്തിൽ എത്തിക്കുന്നവർ, ആശുപത്രിയിൽ എത്തിക്കുന്നവർ, ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ പോകുന്നവർ, അഭയകേന്ദ്രങ്ങളിൽ വന്ന് സേവനം ചെയ്തു കൊടുക്കുന്നവരായ ആളുകളുണ്ട്. അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ വളരെ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോവുകയും വയലന്റ് പശ്ചാത്തലത്തിലേക്ക് പോവുകയും ചെയ്യുന്നവരെ പോലും ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകർ കൊണ്ടുവന്ന് അവരെ അതിനു വേണ്ട കേന്ദ്രങ്ങളിലേക്ക് ഡി-അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുവന്ന് ഈ സാമൂഹിക പ്രവർത്തകരെ സർക്കാർ ഏറ്റെടുക്കുകയും അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് അതിൻ്റെ വീഡിയോ, അതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ രേഖാമൂലം കിട്ടുന്ന പക്ഷം അവർക്കൊരു റെമുനറേഷൻ സർക്കാർ കൊടുക്കുകയും ചെയ്യുന്ന തരത്തിൽ അവരൊന്ന് ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ഇതിൻ്റെ സ്റ്റാഫുകളുണ്ട്. ഈ സ്റ്റാഫുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രാൻറ്റുകളോ അല്ലെങ്കിൽ ആ സ്റ്റാഫുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ESI പോലെയുള്ള സംവിധാനത്തിൽ അവരെ ഉൾപ്പെടുത്തുകയും ചെയ്താൽ, ഇപ്പം ഒരു ക്വാണ്ടിറ്റിക്ക് അപ്പുറത്തേക്കുള്ള ആളുകൾ ഒരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ സ്ഥാപനത്തിന് ESI ഏർപ്പെടുത്താൻ കഴിയും. സർക്കാർ വയോജന സംരക്ഷണ നിയമം ഒന്നുകൂടി വിപുലപ്പെടുത്തി ഇത്തരത്തിൽ സാമൂഹ്യ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജോബ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ചെറുപ്പക്കാർ ധാരാളം BSWയും MSWയും MSCയും കഴിഞ്ഞ് വരുന്ന ചെറുപ്പക്കാർക്ക് ആ മേഖലയിലേക്ക് വരാനുള്ളൊരു പ്രചോദനമാകും എന്ന് കൂടിയുള്ള ഒരു സജഷനാണ്. ഒരു സ്ഥാപനം നടത്തുമ്പോൾ വിവിധ ഭാഗങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ഒരു ജെൻസി എന്നൊക്കെ പറഞ്ഞപ്പോൾ മാറ്റി നിർത്തുന്ന യുവതലമുറ യഥാർത്ഥത്തിൽ അവർക്ക് മറ്റൊരു ബോം കൂടി ഉണ്ടാക്കും. ജെൻസി എന്ന് പറയുന്ന അവരെ മാറ്റി എന്തിനാണ് ജെൻസി? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജെൻസിയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ജെൻസിയാണ്. നിങ്ങളിവിടെ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും ഈ സ്ഥാപനത്തിനത് വരും. ഈ സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ വരുന്നത് ചെറുപ്പക്കാരായ കുട്ടികളാണ്. ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് ഇവിടെ ഒരു പ്രോഗ്രാം നടന്നു. ആ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു 100-300 ആളുകൾ ഇവിടെ വരും. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണം. അപ്പോൾ ഈ കൊട്ടുകാട് പരിസരത്തുള്ള ചെറുപ്പക്കാരായ, അതായത് ഒരു 20 വയസ്സിനുള്ള താഴെയുള്ള പിള്ളേരോട് മക്കളെ നിങ്ങൾ അവിടെ വന്നൊന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കണം എന്ന് പറഞ്ഞു. ഭക്ഷണമൊക്കെ വിളമ്പി മണിക്കൂറുകൾ, വൈകിട്ടൊരു 3 മണി മുതൽ അല്ലെങ്കിൽ 4 മണി മുതൽ ഇവർ വന്നിട്ട് രാത്രി 8 മണി വരെ അവർ അശ്രാന്ത പരിശ്രമം കഴിഞ്ഞു. പോകാൻ നേരത്ത് അവർക്കൊരു ചെറിയ കൈമടക്ക് കയ്യിൽ വെച്ചു കൊടുക്കാൻ നേരത്ത് അവർ പറഞ്ഞ വാക്കുണ്ട്,
അത് ഞങ്ങളിവിടെ വന്നിട്ട് ചെയ്തത് ഈ പാവപ്പെട്ട ഉമ്മ ഉപ്പമാർക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ, പൈസയൊന്നും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല, ഇതാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ള സേവനം എന്ന് പറയുന്ന അത്തരത്തിൽ നമുക്ക് വേണ്ടി എല്ലാവർക്കും സേവനം ചെയ്യുന്നവരാണ് ജൻസികൾ. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്കും ആ കാലഘട്ടത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ വീഡിയോ കാണുന്നവരായിരിക്കാം, സ്ക്രോൾ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഷോർട്സിൽ എടുക്കുന്നവരായിരിക്കാം, റീലുകൾ ചെയ്യുന്നവരായിരിക്കാം. അത് ആ കാലഘട്ടത്തിന്റെ റിലേറ്റഡ് ആണ്. അപ്പം പഴയ തലമുറയും 2K കിഡ്സും ജെൻസിയും 90s ഇതെല്ലാം കൂടി ചേരുന്ന സൊസൈറ്റിയാണ് മനോഹരമായ സൊസൈറ്റി. അതുകൊണ്ട് ജെൻസിയെ മാറ്റി നിർത്തേണ്ടവരല്ല, നമുക്ക് ഇൻക്ലൂസീവ്നെസ് ചേർത്ത് പിടിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവരെ മാറ്റി നിർത്തി അവരവരെ വഴിക്ക് പോകും. എന്നിട്ട് പിന്നെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഉസ്താദിൻ്റെ ഒരു മെസ്സേജ് നമ്മുടെ സൊസൈറ്റി ഒന്നും അംഗീകരിച്ചില്ല. അതായത് ഇപ്പം കുറ്റവാളികളായി പിടിക്കുന്നവർ അവർ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ മൈൻഡിനെ തന്നെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞൊരു മെസ്സേജ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ അതൊന്ന് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതൊരു നല്ല രീതിയായിട്ടാണ് എനിക്ക് അഭിപ്രായപ്പെടുന്നത്. അപ്പം ധാരാളം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളെക്കുറിച്ച് ഉസ്താദ് സംസാരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിൽ ധാരാളം സ്കീമുകൾ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഉള്ളത് തന്നെ കിട്ടാത്ത അവസ്ഥയാണ്? ഗവൺമെൻറ് നിലവിൽ തന്നെ വയോജന പരിപാലനത്തിന് ഇതുപോലെ ആൻറ്റി സൊസൈറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന, അതിപ്പം ഡ്രഗ്സ് അടക്കമുള്ള മറ്റ് പല വിഷയങ്ങളും പ്രവർത്തിക്കുന്ന പലരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പുനരുദ്ധാരണത്തിന് വേണ്ടി സർക്കാർ നിരവധി പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള അതിൻ്റെ ഡി അഡിക്ഷൻ സെൻ്ററുകളും ഇതുപോലെ വൃദ്ധസദനങ്ങളും പകൽ വീടുകളും ഇതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്, സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പ്രോപ്പറായി കിട്ടുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. അത് എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടോ, പ്രോപ്പറായി നിയമം ഉണ്ടെങ്കിലും എത്തേണ്ടടുത്തേക്ക് എത്തുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. കാരണം ഇത് കള്ളു കുടിക്കുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോനടാ ഇക്കുപോലെ അയക്കാലത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇടിക്കാൻ പറ്റും, ഐഡിയ നിർത്താൻ പറ്റും, വേറെ എന്തെങ്കിലും പണിയാൻ പറ്റും. ഇത് കട്ട് ചെയ്യില്ലല്ലേ, ഇതിൽ വരുത്തില്ല. അത് എന്നാലൊരു ഇരുട്ടില്ല. അപ്പോൾ കള്ളു കുടിക്കുന്നവരും അതുപോലെയുള്ള പല തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവരുമായ ആളുകളുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ ഒരാളുണ്ട്, ഞാൻ ഇന്നലെ അയാളുടെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്തിരുന്നു. അയാള് കഞ്ചാവിന്റെ മൊത്തക്കച്ചവടക്കാരനായിരുന്നാണ് പറയപ്പെടുന്നത്. കുടുംബം പോയി, ഇവിടെ ഉണ്ട്, കുടുംബം പോയി, മക്കള് പോയി, ഭാര്യ പോയി, സ്ഥലം പോയി, നാട്ടുകാരെല്ലാം ഓടി. കടത്തിണ്ണയിൽ നിന്ന് കൊല്ലൂരോളം മുസ്ലിം ജമാഅത്തുകാർ നമുക്ക് ഒന്നും നിൽപ്പിച്ചത്. മഹല്ല് കമ്മിറ്റിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തെറ്റു ചെയ്തവർ എന്ന് നമുക്ക് അതിൻ്റെ ഒരു പറയാം. തെറ്റു ചെയ്തവരെ നമ്മൾ അങ്ങോട്ട് തള്ളിക്കളഞ്ഞാൽ അവരങ്ങ് പോയി, അത് വീണ്ടും വലിയ വലിയ തെറ്റുകളിലേക്ക് പോകും. അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ അവരെ ഒന്ന് കൊണ്ടുവന്നിട്ട് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനം സർക്കാർ തലത്തിൽ തന്നെ ചെയ്യണം. 2 പണ്ഡിതന്മാർ അതിനു വേണ്ടി ഇറങ്ങണം, മദ്രസ ഉസ്താദുമാരതിനു വേണ്ടി, അമ്പലങ്ങളിലെ പോറ്റുമാരും ദേവസ്വം കമ്മിറ്റികളും NSS SNDP പോലെയുള്ള സന്നദ്ധ സംഘടനകളും മഹല്ല് കമ്മിറ്റികൾ, അങ്ങനെ യുവജന സംഘടനകൾ ഇതിനുവേണ്ടി നിതാന്തമായ പരിശ്രമം നടത്തിയാൽ നമുക്കൊരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും. ഇനി എത്ര വലിയ തെറ്റിലേക്ക് പോകുന്നവരെയാണെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അതിലങ്ങനെ പിടിച്ചു നിർത്തുന്നില്ല എങ്കിൽ നമ്മുടെ നാട് ഒരു വയലേശന്റെ നാടായി മാറും എന്നെനിക്ക് പേടിയുണ്ട്. കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം റോഡിൻ്റെ നടുക്ക് പട്ടാപ്പകല് മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ കഴിയുന്ന തരത്തിലേക്ക് ആളുകളുടെ മൈൻഡ് പോയിട്ടുണ്ട്. അതിനു മുമ്പും സന്തോഷം എന്ന് പറയുന്ന ഒരാളെ വെട്ടിക്കൊന്നു. അങ്ങനെ ആളുകളുടെ മൈൻഡ് ഒരു വയലേഷനിലേക്ക് പോകുന്നത് വളരെ പ്രശ്നമാണ്. അതിനോട് ഒരു കാരണം സിനിമകളിൽ കാണുന്ന വയലേഷൻ. ഈ അടുത്ത് തന്നെ ഒരു മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ ഒരു രംഗം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കാണിച്ചത്. അതൊരു തവണയും അതിലേക്ക് നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, രണ്ടാമതൊന്നും അതിലേക്ക് നമുക്ക് നോക്കാൻ കഴിയില്ല. അത്രയും കുഞ്ഞുങ്ങളെയും അല്ലാത്തവരെയൊക്കെ അടിച്ചു കൊല്ലുന്ന രംഗങ്ങൾ വലിയ സ്ക്രീനിൽ കാണിക്കാൻ. ഇത് നിരോധിക്കണം. കാരുണ്യമില്ലാത്ത രൂപത്തിലേക്ക് ആളുകളുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള വയലേഷനുകൾ നിരോധിക്കണം. അത് ഗവൺമെൻറ് ഇടപെടുകയും അതിൻ്റെ റൂൾസുകൾ വിപുലപ്പെടുത്തുകയും അങ്ങനെയുള്ള രംഗങ്ങളൊന്നും പാടില്ല എന്ന്
വയലേഷനുകൾ. പിന്നെ അവരെന്ത് മെസ്സേജാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? ഇത്തരത്തിലുള്ള വയലേഷനുകൾ കാണിച്ചിട്ട് എന്ത് മെസ്സേജാണ് ഇവിടെ കിട്ടാനുള്ളത്? ആളുകളെ വയലേറ്റഡ് ആക്കുന്ന രൂപത്തിലുള്ള ഈ പരിപാടിയും കൂടി ഈ കൂട്ടത്തിൽ നിൽക്കണം. ഈ സിനിമാ നടന്മാരെയും ഈ സിനിമാ പ്രവർത്തകരെയൊക്കെ ഇവരെന്തോ സാമൂഹിക പരിഷ്കർത്താക്കളാണ്, ഞാൻ വിമർശിക്കുകയാണ്, സാമൂഹിക പരിഷ്കർത്താക്കളാണ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നിർത്തണം. അതേസമയം നല്ല മെസ്സേജുകൾ പല സ്ഥലത്തു നിന്നും സിനിമകളാകട്ടെ മറ്റു നല്ല മെസ്സേജുകളൊക്കെ വരുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിൽ കൂടുതൽ മോശം മെസ്സേജാണ്, സമൂഹത്തിന് ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് അതിനെയും കൂടി പരിഗണിച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു കാരണം അതാണെന്ന് കൂടി ഞാൻ മനസ്സിലാക്കാം. നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന ഒരാളുടെയും പാസ്റ്റ് അവരെങ്ങനെയായിരുന്നു നമ്മൾ നോക്കാറില്ല, നോക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഉദ്ദേശിച്ചത് അതല്ല. പക്ഷെ നോക്കുന്ന സമയത്ത് തന്നെ ഇപ്പം മെന്റലി പ്രോബ്ലം ഉള്ളവരുണ്ടെങ്കിൽ ഇപ്പം ചില സ്വഭാവ രീതികൾ അവർ മനസ്സിലായപ്പോൾ അത് കണ്ടിട്ട് അവർ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക്, അതായത് ഞാൻ പറഞ്ഞില്ലേ, പാസ്റ്റ് നമ്മൾ നോക്കുന്നില്ല. പല മാതാപിതാക്കളും, ഞാനത് ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പല മാതാപിതാക്കളും മക്കളെ ഇടങ്ങേറാണ്. എറണാകുളത്ത് പെരുമ്പാവൂരില്ല, കാഞ്ഞിരമറ്റം ഭാഗത്ത് നിന്ന് എനിക്കൊരാൾ വിളിച്ചു. ആ ഒരു ഉമ്മയെ അവിടുന്ന് ഒഴിവാക്കി വഴിയിൽ വെച്ച് കിട്ടി. അപ്പോൾ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടു. ഈ ഉമ്മയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകില്ല, അവരെവിടെങ്കിലും പോയി മരിച്ചോട്ടെ, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ മകനും മരുമകളും കൂടി താമസിക്കുന്ന വീട്ടിൽ അവർ സ്വകാര്യമായി ഒരു 5 മിനിറ്റ് ഇരിക്കാൻ ഈ ഉമ്മ സമ്മതിക്കാറില്ല. അവർക്ക് സ്വകാര്യമായി സംസാരിക്കാൻ കഴിയില്ല. സ്വകാര്യമായ ഒരു റൂമിലേക്ക് പോലും അവരെ കയറാൻ അനുവദിക്കാത്ത തരത്തിൽ ഇവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ മാതാവ്. അങ്ങനെ മക്കളെയും മരുമക്കളെയും കുടുംബത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇവിടെയും അങ്ങനെ പല മാതാപിതാക്കളെ കൊണ്ടുവരാറുണ്ട്. ഈ മക്കളുമായി എന്തെങ്കിലും ഒന്നോ രണ്ടോ പറഞ്ഞിട്ട് മക്കളുമായി ഉടക്കി പിരിഞ്ഞ് ബഹളം ഉണ്ടായിട്ട് ഞാൻ അനാഥാലയത്തിൽ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടെയും ആളുകളെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഞാൻ കൊണ്ടുവന്നത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്ന ഉമ്മമാരെ, അതായത് ഈ മാതാപിതാക്കൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് സ്വന്തമായി ഇറങ്ങി വരുന്ന സാഹചര്യം. അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ളവരെ നമ്മൾ എന്ത് ചെയ്യില്ല, ഇവിടെ അക്കോമഡേറ്റ് ചെയ്യില്ല. അങ്ങനെയുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മക്കളുടെ കൂടെ പറഞ്ഞു വിടുകയാണ് 100% ഇവിടെ ചെയ്യുന്നത്. ഒരു കാരണവശാലും അക്കോമഡേറ്റ് ചെയ്യില്ല. കാരണം മക്കളുടെ വികാരങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ സ്വകാര്യതയും അവരുടെ ജീവിതത്തിൻ്റെ നന്മയും തിന്മയും മാതാപിതാക്കളും കൂടി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. എല്ലാ തെറ്റും മക്കളുടെ തലയിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നത് പാടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇവിടെ വന്നിട്ടുള്ള ഒരു മാതാവാകട്ടെ പിതാവാകട്ടെ അവർക്ക് അവരേത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു എൻക്വയറി സിസ്റ്റം നമുക്കിവിടെ ഉണ്ട്. ആ സിസ്റ്റത്തിലൂടെയാണ് അവിടെ എടുക്കുന്നത്. അങ്ങനെ ഒരാളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അയാളെ ഏറ്റെടുത്ത ഒരാളെ അയാളിന് എന്ത് സ്വഭാവ വൈകൃതം കാണിച്ചു എന്ന് പറഞ്ഞാലും പിന്നെ അവർ തിരിച്ച് വീണ്ടും കടത്തിണ്ണയിലേക്ക് തെരുവിലേക്ക് വലിച്ചെറിയുക എന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരാളെ വലിച്ചെറിയണം എന്നൊരു ചിന്തയോ അല്ലെങ്കിൽ ഇവരെ നമ്മൾ ഏറ്റെടുത്തൊരു ബുദ്ധിമുട്ടായെന്നോ ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എല്ലാം കൊണ്ടും പെർഫെക്റ്റായ ആളുകളെ അല്ല നമ്മളിവിടെ, അല്ലെങ്കിൽ അവരെ ഒരു ദുർഗുണ പാഠശാലയിൽ കൊണ്ടുവന്നിട്ട് അവരെ നന്നാക്കിയെടുത്ത് ഇനി അങ്ങ് എല്ലാം റെഡിയാക്കാം, അത് കഴിയില്ല. കാരണം അവരുടെ പ്രായം കഴിയും, അങ്ങനെയൊന്നും കഴിയില്ല. പിന്നെ അവരെ എത്രത്തോളം സന്തോഷിപ്പിച്ചും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകാം എന്നത് മാത്രം നോക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സ്റ്റാഫുകളും അതനുസരിച്ചാണ്. നമ്മൾ സ്റ്റാഫുകളോട് എപ്പോഴും പറയാറുള്ള ഒരു ഡയലോഗ് ഇതാണ്: അവരെ നന്നാക്കാനോ അവരെ ദുർഗുണ പാഠശാലയിൽ കൊണ്ടുവന്ന് ശരിയാക്കാനോ അല്ല നമ്മളിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരിങ്ങോട്ട് എന്ത് തരത്തിലുള്ള വയലേഷൻ ഉണ്ടായാലും തിരിച്ച് സ്നേഹത്തോടു കൂടി മാത്രം പെരുമാറുക എന്നതാണ് നീതി, അതാണ് മൊറാലിറ്റി. അവരെ നന്നാക്കലല്ല, മറിച്ച് അവരുടെ ബാക്കിയുള്ള ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ നാം നോക്കിയാലും പല മതവിഭാഗത്തിലുള്ള സഹോദര മതസ്ഥരൊക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ടല്ലോ. അപ്പം നമുക്ക് പെരുന്നാളുകൾ, ഓണങ്ങൾ, ക്രിസ്മസ്, അങ്ങനെ പല വിശേഷ ദിവസങ്ങളും കടന്നു വരും. അല്ലെങ്കിൽ മറ്റ് പുറത്തേക്കൊക്കെ പോകുന്ന വിനോദസഞ്ചാരങ്ങൾ. അപ്പോൾ ഈ ഒരു മേഖലയിലേക്കൊക്കെ നമ്മുടെ ഇവിടെയുള്ള അന്തേവാസികൾക്ക് എത്താൻ സാധിക്കാറുണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ അധികം ആളുകൾ ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ ചില പ്രതികൂല സാഹചര്യമൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ അവർക്ക് ലഭിക്കാറുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഓണസദ്യ നടക്കുന്നത് ഇവിടെ. ഓണത്തിന് 25 ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായി എല്ലാ ദിവസവും
നമ്മുടെ വീടുകളിലാണെങ്കിൽ ഒരു ദിവസം. ഇതിപ്പം വിവിധ സംഘടനകൾ, കൂട്ടായ്മകൾ, കുടുംബങ്ങൾ, ചെറുപ്പക്കാർ, അങ്ങനെ വിവിധങ്ങളായ ആളുകൾ എല്ലാ ദിവസവും സദ്യ നടത്തും. എനിക്ക് തോന്നുന്നു നമ്മുടെ പരിസരത്ത് 30 ദിവസവും പൂർണ്ണമായി ഇഫ്താർ നടന്ന ഒരു സ്ഥാപനം ഇവിടെയാണ്. പെരുന്നാളിന് ഇവിടെ പോരൂക്കര സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്നത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇവിടെ എല്ലാ പെരുന്നാളിനും ആ ചെറുപ്പക്കാർ ഇവിടെ വരും. പെരുന്നാളിൻ്റെ അന്ന് അവരുടെ പെരുന്നാൾ ഇവിടെയാണ്. ചെറുപ്പക്കാർ അവരുടെ പെരുന്നാൾ ഇവിടെയാണ് നടക്കാറുള്ളത്. ഇത്തവണ 1, 2, 3 ആളുകൾ, നമ്മുടെ മുനീർ, കോക്കാട്ട് റഹീം കട മുനീർ എന്ന് പറഞ്ഞാൽ അവരെ സഹോദരൻ ചിലപ്പോൾ ഖത്തറിന്ന് വിളിച്ചിട്ട് ഈ പെരുന്നാളിന് ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോളിലൂടെ സംസാരിച്ച് ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം എത്താൻ കഴിയാത്തത് കൊണ്ട് അങ്ങനെയും ചെയ്യുന്നു. പ്രവാസികളായ ആളുകൾ അങ്ങനെയും ചെയ്യുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ ഓണാഘോഷം, ഏറ്റവും വലിയ പെരുന്നാൾ ആഘോഷം, ഏറ്റവും വലിയ ഈ ക്രിസ്മസ്, അതുപോലെ ഇപ്പോൾ നോമ്പ് കാലം ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാം ഇവിടെയാണ് അതെല്ലാം ഏറ്റവും വലുതായിട്ട് നടക്കുന്നത്. അത് കുറവല്ല, 100 ഇരട്ടി കൂടുതലായി നടക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഒരു ദിവസമാണ് ഓണമെങ്കിൽ ഇവിടെ വന്നാൽ എല്ലാ ദിവസവും അപ്പോൾ നമുക്ക് ഒരു ചിന്തിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം പല മാതാപിതാക്കളും ഇവിടേക്ക് എത്തിപ്പെടാറുണ്ട്. മക്കൾ ഉപേക്ഷിച്ചത് കാരണം നമുക്ക് ആ ഒരു ഫീൽഡ് തന്നെ എടുക്കാം. അപ്പം അങ്ങനെ വന്നതിന് ശേഷം പിന്നീട് ഇപ്പോൾ ഇതുപോലുള്ള ഇൻ്റർവ്യൂകളിലൂടെയോ അല്ലെങ്കിൽ മറ്റു വീഡിയോസിലൂടെയോ ഈ മാതാപിതാക്കൾ ഇന്ന സ്ഥലത്തുണ്ട്, അപ്പോൾ അവരുടെ ജീവിതം കണ്ടിട്ട് പിന്നീട് വിഷമിച്ചിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി വരുന്ന മക്കളുണ്ടാകുന്നു. അവരോടും ആ ഒരു രീതി മാറ്റിയിട്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ എവിടെ ഉണ്ടെന്ന് അവർക്കറിയാം, പക്ഷെ സൊസൈറ്റി എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചിട്ട് അവരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നവരും കാണുമായിരിക്കും. അപ്പം ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുന്നവരോട് ഒരു സ്ഥാനം, ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ 2 വിഭാഗത്തിലുള്ള ആളുകളോട്? യഥാർത്ഥത്തിൽ അവരൊരു തെറ്റ് മനസ്സിലാക്കി വന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ ചെയ്തത് തെറ്റായിരുന്നു, ഇപ്പോൾ ഞങ്ങളത് തിരുത്തണം എന്ന് വിചാരിച്ചാൽ, ചിലരും അങ്ങനെ വിചാരിച്ചിട്ട് ഇനി ചെന്ന് വിളിച്ചാൽ ആൾക്കാർ എന്ന് വിചാരിക്കുമെന്ന്, പക്ഷെ ആളുകൾ എന്ന് വിചാരിക്കുമെന്ന് വിചാരിക്കാതെ അവർ തിരിച്ചു വരണം. കണ്ണൂരിലുള്ള കൊണ്ടുപോയ എട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സഹോദരി അങ്ങനെ അവരുടെ മകൻ വിവാഹം കഴിക്കുകയും ആ മകനും മകന്റെ ഭാര്യയും കൂടി ഇവിടെ വന്ന് ആ ഉമ്മയെ തിരിച്ചു കൊണ്ടുപോയത് അനുഭവം. ഈ അടുത്ത ദിവസം തന്നെ ഒറ്റൊരു സഹോദരനെ അവരുടെ കുടുംബം വന്ന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നൊരു ഉമ്മയെ കൊണ്ടുപോയി 2-3 ദിവസം മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ അത് കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളുടെ ഒരു നിരന്തര പരിശ്രമവും കൂടിയുണ്ട്. കാരണം ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്തി അവരോട് സംസാരിക്കുന്നതിന്, അവരെ നിങ്ങളുടെ കുടുംബത്തിലാണ് അവരുടെ ജീവിതത്തിന്റെ അവസാന സമയം, അവര് ഒരു തുള്ളി വെള്ളം കുടിച്ച് മരിക്കേണ്ടത് നിങ്ങളുടെ കൂടെ കിടന്നാണ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് നമ്മളെ സ്റ്റാഫുകൾ നടത്തുന്ന ഒരു പരിശ്രമമുണ്ട്, അവർ നടത്തുന്ന ബോധവൽക്കരണമുണ്ട്. അത് പലപ്പോഴും ഫലം കാണുകയും ഒരുപാട് പേര്, ഒരു അമ്മയെ, ഈ തൊട്ടടുത്തുള്ള ഒരു അമ്മയെ, ഞാൻ പോയവരുടെ പേര് പറയുന്നില്ല, ആ അമ്മയെ അവരുടെ മകൻ കൂട്ടിക്കൊണ്ടുപോയ ഒരു സാഹചര്യം, അങ്ങനെ അനുഭവങ്ങൾ ഏഞ്ചൽസ് വാലിക്ക് പറയാനുണ്ട്. അങ്ങനെ വരുന്നവരെ പൂമാലയിട്ട് സ്വീകരിച്ച് അവരോടൊപ്പം ആ മക്കളോടൊപ്പം ഈ അമ്മമാരെ കണ്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞേക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ മക്കള് തിരിച്ചെടുക്കാൻ വേണ്ടി വന്നു, അപ്പോൾ നമ്മുടെ ഏഞ്ചൽസ് വാലിയിലെ സ്നേഹവും ഇവിടുത്തെ സഹകരണമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്നില്ല, അങ്ങനത്തെ ഏതെങ്കിലും മാതാപിതാക്കൾ ഇതുവരെ ഇത്രയും വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്? അല്ല, ഈ നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, സ്വർണത്തിന്റെ കൂട്ടിലാണ് കിടക്കുന്നതെങ്കിലും കിളിക്ക് സ്വാതന്ത്ര്യം തന്നെയാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇതൊരു സ്വർണ്ണക്കൂട് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസം ഈ പരിസരത്തുള്ള സുമനസ്സുകളായ ആളുകൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇവിടുന്ന് ബിരിയാണി ചിലപ്പോൾ കിട്ടിയേക്കാം. ചിലപ്പോൾ ആഴ്ച ഒരു ദിവസം എന്തായാലും കിട്ടും. 1, 2, 3 ദിവസം നല്ല മീൻ കൂട്ടിയുള്ള ചോറ് കിട്ടും, നല്ല സദ്യ, 11 തരം കറികളടങ്ങുന്ന സദ്യ ഉണ്ട്. സമയാസമയത്ത് മരുന്നെടുത്ത് കൊടുക്കാനും ആശുപത്രിയിൽ കൊണ്ടുപോകാനും വെള്ളം എടുത്തു കൊടുക്കാനും കുളിപ്പിക്കാനും അവരുടെ ഡ്രസ്സ് കഴുകി കൊടുക്കാനും അടക്കം സ്റ്റാഫുകളുണ്ട് ഇവിടെ. ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് അവർ ഇവിടുന്ന് പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ സ്വന്തം രക്തം, സ്വന്തം നാട്, സ്വന്തം കുടുംബം, ഈ ഒരു ഗ്രഹാതുരത്വത്തിലേക്ക് തിരിച്ചു പോകുന്നതിനേക്കാൾ വലുതൊന്നും അല്ല ഇവിടെ കിട്ടുന്ന എല്ലാ സൗകര്യവും. അതുകൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. ഒരു ചാൻസ് കിട്ടിയാൽ ഇവിടെ നിന്നല്ല ഏത് വൃദ്ധസദനത്തിൽ നിന്നും
സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ സാഹചര്യം അങ്ങനെ ആകാത്തത് കൊണ്ടാണ് അവരിവിടെ നിൽക്കുന്നത്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല, ഇവിടെ നിന്ന് ഞാൻ പോകുന്നില്ല, എന്ത് കിട്ടിയാലും പോകുന്നില്ലെന്ന് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അവർ പറയുന്നതാണ്. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും അവർ ജനിച്ചു വളർന്ന ആ കുഞ്ഞിക്കാലം മുതലുള്ള ആ ഒരു ഗ്രഹാതുരത്വത്തിലേക്ക് തിരിച്ചു പോകണം എന്നൊരാഗ്രഹമാണ് കൂടുതൽ ആളുകൾക്കുള്ളത്. വളരെ കുറഞ്ഞ ആളുകൾക്ക് ഇവിടെ തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് തീരുമാനിച്ചു. അപ്പം ഇത്തരം വിശേഷങ്ങളിലൂടെയാണ് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതിവിടെയൊക്കെ കടന്നു വന്നപ്പോൾ ഉസ്താദ് നമ്മുടെ അന്തേവാസികളോടൊപ്പമായിരുന്നു. അപ്പം എൻ്റെ ഒരു സംശയം, ഉസ്താദിൻ്റെ ലൈഫ് മുഴുവനും ഒരു ദിവസം 24 hours ഇവരോടൊപ്പമാണോ, അതോ ഉസ്താദിന് മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ എൻ്റെ ഇടയിൽ സാധിക്കാറുണ്ട്? കാരണം ആ ഒരു ഭാഗവും ഇവർക്ക് വേണ്ടി ഉസ്താദ് മാറ്റി വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജോലിക്കാർ, നമ്മൾ സാധാരണ ഒരു ജോലിയാണെങ്കിൽ ജസ്റ്റ് അവരുടെ ജോലിയുടെ ഭാഗങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇവിടുത്തെ ജോലിക്കാരെ സംബന്ധിച്ച് പറഞ്ഞു പല ജോലികൾ, അതായത് ശമ്പളത്തിനപ്പുറമായി പല കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവരും ഉസ്താദുമൊക്കെ ഈ മാറ്റിവെക്കുന്ന സമയം, ആ സമയത്തിൻ്റെ ഇടയ്ക്ക് മറ്റ് ജീവിതത്തിൻ്റെ മേഖലകളുമായി ബന്ധപ്പെടാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. അല്ലെങ്കിൽ സാധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത് മാറ്റി വെക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ 24/7 24 hours ഉള്ള ഡ്യൂട്ടിയാണ്. അതേപോലെ 365 എന്ന് നമുക്ക് പറയാം. 365 ദിവസം പ്രവർത്തിക്കുന്ന ഹോസ്റ്റലോ അല്ലെങ്കിൽ സ്കൂളുകളോ ദറസുകളോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെരുന്നാളിലും പലതരത്തിലുള്ള വിശേഷ ദിവസങ്ങളിലും അവധി ആകും. അവിടെയുള്ള വാർഡന് മാനേജേഴ്സിനൊക്കെ അവധിക്ക് പോകാം. പക്ഷെ ഇവിടെ മാനേജർ ഉണ്ടാവും, ഇവരെ സംരക്ഷിക്കുന്ന ഭക്ഷണം വെക്കുന്നവർ, കെയർ ടേക്കർമാർ, ഇവർക്ക് അങ്ങനെ അവധി എടുക്കാൻ കഴിയില്ല. പെരുന്നാളാകട്ടെ എന്താകട്ടെ ഇവിടെ ഇങ്ങനെ തന്നെയുണ്ട്. ആര് മരിച്ചാലും ജനിച്ചാലും സൂര്യൻ ഉദിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇങ്ങനെ എല്ലാ ദിവസവും ആയതുകൊണ്ട് അങ്ങനെ ഒരു അവധി എടുക്കാൻ കഴിയില്ല. അതേസമയം നമ്മുടെ വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങൾ, അപ്പോൾ നമുക്ക് ജീവിക്കാൻ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരുമാന മാർഗം ആവശ്യമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതിന് ഇവിടുത്തെ സ്റ്റാഫുകളുടെ സഹകരണമുണ്ട്. പിന്നെ ജീവിതത്തിൻ്റെ ഒരു 99% എൻ്റെ യാത്രകളും എൻ്റെ പോക്കും വരവുകളുമെല്ലാം ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് പോകുന്നത്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് യാത്രകളെല്ലാം ഓട്ടോമാറ്റിക്കലി ആ ഒരു ഷെഡ്യൂളിലേക്ക് വന്നതാണ്. അതേസമയം നമ്മളോട് നമ്മുടെ കുടുംബം അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ സഹകരിക്കുന്നില്ലെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവർ അതിൻ്റെ വരുംവരായികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും പറഞ്ഞ് ഈ സ്റ്റാഫുകളുടെ എല്ലാം കുടുംബങ്ങൾ അതിനോട് സഹകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. സമയം കുടുംബത്തിനെ നമ്മൾ നോക്കുന്നുണ്ട്. കുടുംബത്തിനെ മറന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ ജീവിതം, പഠനം, അതൊന്നും മറന്നിട്ട് നമുക്ക് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നത്. ചില സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്നവർ വീട്ടിൽ പട്ടിണിയായിരിക്കും. ഭാര്യയുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും കാര്യങ്ങൾ നോക്കാതെ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുകയും ആ ഇറങ്ങുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്ത് സ്റ്റാറ്റസോ സ്റ്റോറിയോ റീലിയോ ആക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇവിടെ വരുന്ന സാമൂഹ്യ പ്രവർത്തകരെന്നോ ജീവകാരുണ്യ പ്രവർത്തകരെന്നോ പറയുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്താ ജോലി, എന്താ വരുമാന മാർഗം, മക്കളെ കാര്യം എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നത് എൻ്റെ ഒരു കമ്പൽസറി ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നതാണ് എൻ്റെ അഭിപ്രായം. അതേസമയം നമുക്ക് ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ കഴിയില്ല, കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യേണ്ട സമയം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു സങ്കടവും ഈ കൂട്ടത്തിലുണ്ട്. ആ സങ്കടത്തിനെ നമ്മളെപ്പോഴും അതിൻ്റെ ദൗത്യമാണ് എന്ന് കാണുന്നിടത്താണ് വിജയം എന്ന് മനസ്സിലാക്കുക. ഏകദേശം ഒരു ദിവസം ഈ സ്ഥാപനത്തിൽ എത്രത്തോളം ചെലവുകൾ വരികയാണ് സാമ്പത്തികമായി ഓരോ ദിവസവും കടന്നു പോകുന്നത്? ഇത് നമുക്കൊരു ഒറ്റയടിക്ക് പറയാൻ കഴിയുന്നൊരു കണക്കല്ലെങ്കിലും ഇവിടെ കിടക്കുന്ന ആളുകൾക്ക് ഡയപ്പർ ഉപയോഗിക്കേണ്ട അവസ്ഥയുണ്ട്. ഒരു ഡയപ്പറിന് 44 രൂപ വരെ വിലയുണ്ടാവും. ഒരു ദിവസം 3-4 ഡയപ്പർ, ഏകദേശം 200 രൂപയുടെ ഡയപ്പർ, അത് ഉപയോഗിക്കുന്നവരുടെ എല്ലാം കൂടി കണക്കൂട്ടിയാൽ 250 രൂപ വരെ കണക്കാക്കാം. ഒരാൾക്ക് ഒരു മാസം ഡയപ്പറിന് മാത്രം 7500 രൂപ വരെ മാത്രം, ഡയപ്പറിന് മാത്രം. അത് ഡിസ്പോസ് ചെയ്യുന്നതടക്കം 7500 രൂപ വരെ ഒരാൾക്ക് ചിലവാണ്. അയാളുടെ ഭക്ഷണം, മറ്റു മരുന്നുകൾ, അയാളുടെ വസ്ത്രം, മറ്റത്യാവശ്യങ്ങൾ, ഈ ബിൽഡിംഗ് അടക്കമുള്ള ഇതിൻ്റെ വാടക, കറണ്ട് ചാർജ്, മറ്റ് വെള്ളം അടക്കമുള്ള പലചരക്കമുള്ള മറ്റെല്ലാം കൂടി കണക്കാക്കിയാൽ
ഒരാൾക്ക് ഒരു മാസം 10,000 രൂപ എന്ന് കണക്കാക്കിയാൽ പോലും ഒരു മാസത്തിൽ നമുക്ക് 3 ലക്ഷത്തിലധികം രൂപ ചിലവ് വരും. ഇപ്പോൾ പ്രസന്റ് കണ്ടീഷനിൽ 3 ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്നുണ്ട്. ഒരാൾക്ക് മാത്രം അല്ല, ഒരു മാസത്തിൽ ഈ സ്ഥാപനത്തിൽ 3 ലക്ഷത്തിലധികം ചിലവ് വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും കൃത്യമായ ഒരു സ്ഥിര വരുമാന മാർഗങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ട്, അതോ നമ്മുടെ സൊസൈറ്റിയിലെ ഡൊണേഷൻ കൊണ്ടാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നിലവിൽ നമുക്കൊരു സ്ഥിര വരുമാനമില്ല, ഒരു സ്ഥിര വരുമാനത്തിനുള്ള മാർഗങ്ങളുമില്ല. സൊസൈറ്റിയിലുള്ള സന്മനസ്സുള്ള ആളുകൾ അവരുടെ അകമഴിഞ്ഞുള്ള സഹായം മാത്രമാണ് ഈ സ്ഥാപനത്തിന് മുന്നോട്ട് നിലവിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു സ്ഥിര വരുമാനം നമുക്കില്ല. എന്നാൽ ചോദിക്കും, ഇതൊക്കെ സ്ഥിരമായി ആളുകൾ തരുന്നല്ലോ എന്നതാണ്. അങ്ങനെ ഒരു പ്രയാസമൊന്നും നമുക്കിതുവരെ അതായത് പ്രതിസന്ധി ഇതങ്ങ് നിർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വലിയ കുടുക്കിൽ പെടില്ലായിരുന്നു, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിലെ നല്ലവരായ മനുഷ്യരുടെ കാരുണ്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പടച്ചവന്റെ അനുഗ്രഹമാണ്. ഇത്തരത്തിലുള്ള ധാരാളം സ്ഥാപനങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ കാരുണ്യ പ്രവർത്തനം ആത്മാർത്ഥമായി ചെയ്യുന്ന ഉസ്താദിനെ പോലുള്ള ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഏതൊരു മേഖലയിലും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉള്ളതുപോലെ ഈ ഒരു മേഖലയിലും ഉണ്ട് എന്നത് സത്യമാണ്. സാമ്പത്തികത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. അതായത് വയോജനങ്ങളെയും അവരൊക്കെ മുന്നിൽ നിർത്തിയിട്ടൊരു ഭാഗത്തു കൂടി അവർക്ക് സാമ്പത്തികമായി നേട്ടം കിട്ടുക എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അത്തരത്തിലൊരു വിഭാഗം വളർന്നു വരുമ്പോൾ ആ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ഉസ്താദിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്, ഇത്തരത്തിലുള്ള ആളുകളുമുണ്ട്, അവർ കൂടി മനസ്സിലാക്കണം. ആ ഒരു രീതിയിലൂടെ നമ്മുടെ സൊസൈറ്റിക്ക് ഉസ്താദിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് കൂടി പറഞ്ഞുകൊണ്ട്, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും ഗവൺമെൻറ് ഓഡിറ്റബിൾ ആക്കുക എന്നുള്ളതാണ്. അവിടെ എന്താണ് വരുന്നത്? ഒരാളൊരു 100 രൂപ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് കൊടുത്താൽ അതിന് റെസീപ്റ്റ് വാങ്ങുന്നത്. അത് കൃത്യമായി ഒരു അക്കൗണ്ടന്റ് അത് എഴുതി തയ്യാറാക്കുകയും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അത് പരിശോധിച്ച് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുകയും പൊതുജനങ്ങൾക്ക് അത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുകയും ഏതെങ്കിലും പൊതുജനങ്ങളിൽപ്പെട്ടവർ മെനക്കെട്ട് അതൊക്കെ പരിശോധിക്കുകയും ചെയ്യണം. കാരണം അത് എന്താണ് അവിടെ വരുന്നത്, അതെങ്ങനെയാണ് ചിലവഴിക്കുന്നത് എന്നത് പൊതുജനങ്ങളുടെ നിരീക്ഷണമാണ്. ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ പാവപ്പെട്ടവരെ മുന്നിൽ നിർത്തി ആരെങ്കിലും അത്തരം ചൂഷണം നടത്തുന്നുവെങ്കിൽ അത് കൂടുതൽ പോകില്ല. ആ ചൂഷണം പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഈ യതീമായ ഉപ്പയില്ലാത്ത മക്കളുടെയും മിസ്കീനായ ആളുകളുടെയും കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അശ്രദ്ധ പുലർത്തുന്നവരെ കുറിച്ചും അവരെ പരിഗണിക്കാത്തവരെ കുറിച്ചും വളരെ ഗൗരവത്തിൽ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് പാവപ്പെട്ടവരെ മുൻനിർത്തി ഇത്തരത്തിലൊരു സാമ്പത്തിക ചൂഷണമാണ് ഒരാൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ പിടിക്കപ്പെടുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും. അത് സമൂഹവും പിടിക്കും, പടച്ചവനും പിടിക്കും. ഈ രണ്ട് ബോധ്യം ഉണ്ടാവുകയും സർക്കാർ കൃത്യമായി അതിൻ്റെ ഓഡിറ്റ് നടത്തുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പഞ്ചായത്ത് തലം മുതലുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് എങ്കിൽ അതിനെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു ജാഗ്രത പുലർത്തി എല്ലാവർക്കും ജാഗ്രത ഉണ്ടാവുക എന്ന് തന്നെയാണ് അതിനുള്ള ഒരു പരിഹാരം. എല്ലാത്തിലും ഉണ്ടാവും. ഏത് കുലയിലാണെങ്കിലും പേടുകൾ ഉണ്ടാകും എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റ് ആവുക. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രാരംഭകാലം മുതൽ സാമൂഹിക പശ്ചാത്തലത്തിലൂടെ വിവിധ ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിച്ചു. ഇനി അവസാനമായി ഉസ്താദിനോടുള്ളൊരു ചോദ്യം, ഇത്രയും നേരം നമ്മുടെ സംഭാഷണം കണ്ട ധാരാളം നല്ല മനസ്സുകളുണ്ട്. അതിൽ ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, പല ഏജ് ഉള്ളവരൊക്കെയുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി ഉസ്താദിൻ്റെ ഒരു മെസ്സേജ്, ഒരു നല്ലൊരു സന്ദേശം, ആ സന്ദേശത്തോടു കൂടി നമ്മുടെ സംസാരം. അതായത് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനം ഒരു വൃദ്ധജന പരിപാലനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഡി അഡിക്ഷൻ സംവിധാനമുണ്ട്, ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ നിരന്തരമായി സംഘടിപ്പിക്കുന്നു, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, ഇരിക്കാനൊരു കൊമ്പുണ്ടെങ്കിൽ ആ കൊമ്പിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പല ശിഖരങ്ങളായി വളരാൻ കഴിയും. അതുകൊണ്ട് ഏഞ്ചൽസ് വാലി അങ്ങനെ ഇരിക്കാനൊരു കൊമ്പാണ്. നിങ്ങൾക്ക് എപ്പോഴും ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരാം. ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു സാമൂഹിക പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് സഹായവും എന്ത് പിന്തുണയും ഏഞ്ചൽസ് വാലിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും.
ഒരാൾ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ട് കണ്ണടച്ച് നിങ്ങൾ പോകരുത്. നിങ്ങൾ കൈ പിടിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൈ തളരാതെ പിടിച്ച് നിങ്ങൾക്ക് ശക്തി പകരാൻ ഈ സ്ഥാപനവും ഇതിനെ സഹായിക്കുന്നവരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് എപ്പോഴും നിങ്ങളോട് അറിയിക്കുന്നു. ഏതൊരു നന്മയായ കാര്യത്തിലും ഈ ലോകത്തും പരലോകത്തും അന്ന് പ്രതിഫലം കിട്ടുമെന്ന ഉറച്ച വിശ്വാസമാണ് ഒരു മുസൽമാൻ എന്ന നിലയ്ക്കും നമുക്ക് പറയാനുള്ളത്. അതേസമയം ജാതിമത ഭേദമന്യേ എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടുത്തത്തിൽ നിന്ന് കാരുണ്യം നമുക്ക് കൊടുക്കാം. കാരുണ്യം നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെടുമെന്ന തിരുവചനം ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അണ്ണാകുഞ്ഞിനും തന്നാലായത് എന്ന നിലയ്ക്ക് ഈ സൊസൈറ്റിയിൽ പലവിധ നന്മകളിലും ഒരുമിച്ച് മുന്നോട്ട് പോകാം. പടച്ചവൻ അതിനുള്ള എല്ലാ ഉദവിയും നൽകട്ടെ. യഥാർത്ഥത്തിൽ ഒരു എടുത്തുചാട്ടമായിരുന്നെങ്കിലും ആ തടാകത്തിൽ പെട്ടുപോയ ധാരാളം ആളുകൾക്ക് ജീവിതത്തിലേക്ക് ഒരു കൈത്താങ്ങായിരുന്നു. അപ്പം നാം ചെയ്യേണ്ടത്, നമുക്ക് എടുത്തു ചാടാൻ കഴിഞ്ഞില്ലെങ്കിലും സ്ഥാനെ പോലെ എടുത്തു ചാടിയവർക്ക് കരയിൽ നിന്നിട്ടൊരു പുഞ്ചിരി കൊടുത്ത് സഹായിക്കുക. അതാണ് നമ്മുടെ സന്ദേശം. നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു പക്ഷേ സഹായിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, ശാരീരികമായി കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സ്ഥാപനത്തിലൊന്ന് വന്നു ഈ പാവപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് കാണാൻ നിങ്ങളെ സാന്നിധ്യം കൊണ്ടുള്ള ഒരു സഹായം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനായി നിങ്ങളെല്ലാവരും മുന്നിട്ട് വരണമെന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യുകയാണ്. ഏറ്റവും അവസാനം അപ്പം യഥാർത്ഥത്തിൽ ഇതൊരു എടുത്തുചാട്ടമായിരുന്നെങ്കിലും ആ ഒരു തടാകത്തിൽ പെട്ടുപോയ ധാരാളം മനുഷ്യർക്ക് ജീവിതത്തിലേക്കുള്ളൊരു കൈപ്പിടിയായിട്ടാണ് ഉസ്താദിൻ്റെ ചാട്ടം മാറിയത്. നാം ചെയ്യേണ്ടത്, നമുക്ക് ഉസ്താദിനെ പോലെ ഒരു വലിയ ഒരു അഗാധമായ തടാകത്തിലേക്ക് ചാടാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ കരയിൽ നിന്നിട്ടൊന്ന് പുഞ്ചിരി കൊടുത്ത് സഹായിക്കുക. നാം ഈ സ്ഥാപനത്തിനെ ചേർത്ത് നിർത്തുക. അവിടെ മറ്റുള്ളവരിലേക്കും ഈ സ്ഥാപനത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.